ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മൾ ഫാക്ട്സ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, പുതിയ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പർപ്പസ് പറയുന്നത് ഇറ്റ് ഷുഡ് ഡെവലപ്പ് എ UPSC എക്സാം ലൈക്ക് മൈൻഡ് സെറ്റ്. ബേസിക്സ് ഉപയോഗിച്ച് ആലോചിച്ച് കോമൺ സെൻസ് വെച്ച് അനലൈസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും വലിയ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സൈലം IAS ടെസ്റ്റ് സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചോദ്യങ്ങളിൽ ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിത് നോക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾ വായിച്ച് ആൻസർ ചെയ്യുക, വീഡിയോ പോസ്റ്റ് ചെയ്യുക, ഈ ചോദ്യം ആൻസർ ചെയ്യുക, എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, വിത്ത് റെഫറൻസ് ടു നാനോ ബബിൾ ടെക്നോളജി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. എക്സാമിന് നമ്മൾ വായിച്ചു പോവുകയാണ്. അപ്പോൾ നാനോ ബബിൾ ടെക്നോളജി എന്ന് പറയുന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചു നോക്കണം. നാനോ ബബിൾസ് ആർ എക്സ്ട്രീംലി സ്മോൾ ഗ്യാസ് ബബിൾസ് ദാറ്റ് റിമെയിൻ സസ്പെൻഡഡ് ഇൻ വാട്ടർ ഡ്യൂ ടു ബ്രൗണിയൻ മോഷൻ. ഇപ്പോൾ UPSC എപ്പോഴും ഒരു സെൻറ്റൻസിൽ ഫോക്കസ് ചെയ്യുന്നൊരു ക്രക്സ് ഉണ്ട്. ഇപ്പം അതിൻ്റെ അകത്ത് ഏത് ഫാക്റ്റും ഏത് ടേമും തെറ്റിക്കാം എന്നൊരു അപ്രോച്ചല്ല UPSC എടുക്കുന്നത്. പകരം ആ ചോദ്യം ഫോക്കസ് ചെയ്യുന്നൊരു കീ ഏരിയ ഉണ്ട്. ആ കീ ഏരിയ ആണ് നമ്മൾ ശരിയാണോ തെറ്റാണോ നോക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ബ്രൗണിയൻ മെത്തേഡ് എന്നൊക്കെ പറയുന്നത്, ബ്രൗണിയൻ മോഷൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഫോക്കസ് ഏരിയ വാട്ട് നാനോ ബബിൾസ് ആർ എന്നാണ്. നാനോ ബബിൾസ് സ്മോൾ ഗ്യാസ് ബബിൾസ് ദാറ്റ് റിമെയിൻ സസ്പെൻഡഡ് ഇൻ വാട്ടർ ഡ്യൂ ടു ബ്രൗണിയൻ മോഷൻ. ആ വാക്കുമായിട്ട് നീതി പുലർത്തുന്ന ഒരു ഡെഫിനിഷനാണത്. നാനോ ബബിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ ബബിൾസ് ആണ്, അത് വെള്ളത്തിൽ സസ്പെൻഡഡ് ആയിട്ട് നിൽക്കും. ശരിയാവാനാണ് സാധ്യത. The definition makes sense. Nanobubble technology can be used to improve water quality by removing contaminants and increasing dissolved oxygen levels in aquatic system. Nanobubble technology വാട്ടർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കണ്ടാമിനൻസും അതേപോലെ തന്നെ കണ്ടാമിനൻസ് ഒക്കെ റിമൂവ് ചെയ്ത് ഓക്സിജൻ ലെവൽസ് കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു നെഗറ്റീവ് പ്രൂവ് ചെയ്യാൻ പാടാണ്. ഒരു സാധനം ഒരു പർപ്പസിന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% അത് ശരിയാവാനാണ് സാധ്യത. നാനോ ബബിൾ ടെക്നോളജി വെച്ച് ഒരിക്കലും നമുക്ക് വാട്ടർ ക്ലീൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ ജനറിക് ആണ്. 1 and 2 എന്തായാലും ഉണ്ട്. 1 and 2 എന്തായാലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് C വരില്ല, കാരണം 1 അതിലില്ല. ഇറ്റ് ഹാസ് ആപ്ലിക്കേഷൻസ് ഇൻ സെക്ടേഴ്സ് സച്ച് ആസ് അഗ്രികൾച്ചർ, അക്വാകൾച്ചർ ബൈ എൻഹാൻസിങ് ഓക്സിജൻ ഡെലിവറി ഫോർ പ്ലാന്റ്സ് ആൻഡ് അക്വാറ്റിക് ലൈഫ്. 2 ഉം 3 ഉം മോർ ഓർ ലെസ് സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. 2 ഉം 3 ഉം സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇനി ഈ ചോദ്യം ശരിയാവോ തെറ്റാവോ എന്ന് തീരുമാനിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർത്താണ്. ബാക്കി 1, 2, 3 വളരെ ജനറിക്കാണ്. അപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൻ്റെ ഒരു പർപ്പസ് അതാണ്. ഏറ്റവും ഒബ്വിയസ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക, ഏറ്റവും ഒബ്വിയസ് ആയിട്ട് മിസ്റ്റേക്ക് ആയത് എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഫോക്കസ് ചെയ്യേണ്ട കീ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പിന്നെയും വായിച്ച് അനലൈസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക. നാനോ ബബിൾ ടെക്നോളജി ഡയറക്ട്ലി ആൾട്ടേഴ്സ് ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് പൊല്യൂട്ടൻസ് ടു കൺവേർട്ട് ദം ടു ഹാംലെസ് സബ്സ്റ്റൻസ്. ഇതിൽ നമ്മൾ വീണ്ടും ചിന്തിക്കുക. ശരിക്കും നാനോ ബബിൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എക്സ്ട്രീംലി ചെറിയ ബബിൾസ് ആണ്. അത് വാട്ടറിൽ സസ്പെൻഡഡ് ആയിട്ടിരിക്കും. ശരിക്കും ബബിളിൻ്റെ ഒരു പർപ്പസ് എന്തായിരിക്കും? ബബിൾ എങ്ങനെയായിരിക്കും കണ്ടാമിനൻറ്റ് മാറ്റുക? ബബിളിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തായിരിക്കും മാറ്റാൻ സാധ്യത, അല്ലേ? അതല്ലാതെ ഈ വരുന്ന ഓരോ കെമിക്കൽ കോൺസ്റ്റുവൻ്റെയും സ്ട്രക്ചർ ഈ നാനോ ബബിൾസ് മാറ്റിക്കളയുമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സാഗറേറ്റഡ് ആൻഡ് അൺറിയലിസ്റ്റിക് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. സോ ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനാണ് സാധ്യത. ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് സ്യൂട്ട് അതർ ത്രീ സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് ശരിക്കും വളരെ നോൺസെൻസിലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. നാനോ ബബിൾസ് ഓക്കെ, ശരിക്കും കെമിക്കൽ പാർട്ടിക്കിൾസിനെ ആൾട്ടർ ചെയ്യുമായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ബബിൾ ഫോം ചെയ്യുന്നത്? ഒരു കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്താൽ പോരെ? Why bubble? Why it is creating a bubble and being suspended in the water? അപ്പോൾ അതിന് കാരണം ബബിൾസിനുള്ളിൽ ട്രാപ്പ് ചെയ്ത് തന്നെ ആയിരിക്കാം. അപ്പം ഏറ്റവും സെൻസിബിളായിട്ട് ചിന്തിക്കുക, ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്ന പോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും വിച്ച് ഓൾ തിങ്സ് മേക്ക് സെൻസ് ആൻഡ് വിച്ച് ഓൾ ആർ നോൺ സെൻസിക്കൽ എന്ന്. സോ ദ മോസ്റ്റ് പ്രോബബിൾ ആൻസർ ഈസ് B. 3 എലിമിനേറ്റ്, 4th എലിമിനേറ്റ് ചെയ്യാം. ആൻസർ നമുക്ക് B ആയിട്ട് എടുക്കാം. ഓക്കെ.